സ്വന്തമായി സ്വാതന്ത്ര്യ സമര സേനാനികൾ ഇല്ല എന്ന് പറഞ്ഞാണ് രാഷ്ട്രീയ എതിരാളികൾ ബി.ജെ.പിയെ നിശിതമായി പരിഹസിക്കാറുള്ളത്. കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ നിന്നുമെല്ലാം ഒതുക്കത്തിൽ കടം കൊണ്ട ദേശീയ പ്രസ്ഥാന നേതാക്കൾ സ്വന്തം എന്ന് ആവർത്തിച്ചാണ് അവർ ആ കുറവ് നികത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ബി.ജെ.പി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ആ പട്ടികയിൽ ഇതുവരെ കേരളത്തിൽ നിന്ന് ആരുമില്ലായിരുന്നു. ആ കുറവും നികത്താൻ പരിശ്രമിക്കുകയാണ് ചേറ്റൂർ ശങ്കരൻ നായരിലൂടെ. ബി.ജെ.പി ഏറ്റെടുക്കാൻ വന്നതോടെ പെട്ടെന്ന് പതിവില്ലാത്ത ചേറ്റൂർ അനുസ്മരണ പരിപാടി കോൺഗ്രസും സംഘടിപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്താനാണ് പരിപാടിയെന്നാണ് ബി.ജെ.പിയുടെ ന്യായം. അനുസ്മരണത്തിലും തമാശ കാഴ്ചകളുണ്ടായിരുന്നു. അതാദ്യം കണ്ടുവരാം. RDX റാപ്പ് 59 സെക്കൻഡിൽ. പാലക്കാട് മങ്കരയിലെ ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതി കുടീരത്തിൽ അനുസ്മരണവുമായി ആദ്യമെത്തിയത് ബി.ജെ.പി. 2 ദിവസം മുൻപ് കോൺഗ്രസ് വെച്ച കൊടികൾ മാറ്റാതെ തന്നെ അവർ സ്മൃതി കുടീരം ബി.ജെ.പിയുടെ കൊടിതോരണങ്ങൾ വിധാനിച്ച് അലങ്കരിച്ചു. നെഹ്റു കുടുംബമല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് ചേറ്റൂരിനെ അവഗണിച്ചതെന്ന് ബി.ജെ.പി നേതാവ് PK കൃഷ്ണദാസ് പരിതപിച്ചു. അനുസ്മരണവും പുഷ്പാർച്ചനയും പൂർത്തിയാക്കി ബി.ജെ.പി മടങ്ങിയപ്പോൾ കൊണ്ടുവന്ന കൊടികളും കൂടെ കൊണ്ടുപോയി. പിറകെ കോൺഗ്രസ് വന്നു. ബി.ജെ.പിയുടെ പൂക്കൾ മാറ്റിയില്ല, പൂമാല തൂക്കി ഒരു മൂലക്കിട്ടു. പിന്നെ കോൺഗ്രസിന്റെ പുഷ്പാർച്ചന, അനുസ്മരണം. മടങ്ങാൻ നേരം മാറ്റിവെച്ച ബി.ജെ.പിയുടെ മാലയെടുത്ത് യഥാസ്ഥാനത്ത് വെക്കാനും മറന്നില്ല. ഗാന്ധിയൻ മൂല്യങ്ങളോട് ചേറ്റൂരിനുണ്ടായിരുന്ന വിയോജിപ്പാണ് മറ്റ് പ്രസിഡന്റുമാർക്ക് നൽകുന്ന പരിഗണന ചേറ്റൂരിന് നൽകാത്തതിന് കാരണമെന്ന് K. മുരളീധരൻ. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ബ്രിട്ടനുമായി ചേറ്റൂർ കോംപ്രമൈസ് ചെയ്തോ എന്ന് സംശയമുണ്ടെന്നും ഒരു പടി കൂടി കടന്ന് മുരളീധരൻ പറഞ്ഞു. RDX റാപ്പ് ന്യൂസ് മലയാളം. K. മുരളീധരൻ്റെ ചേറ്റൂർ വിമർശനത്തിന് തുടങ്ങാം. ചേറ്റൂരിനോട് വിമർശമുണ്ട്, പക്ഷേ കോൺഗ്രസിന് യോജിക്കാൻ കഴിയാത്ത നടപടികൾ ചേറ്റൂരിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്നാണ് K. മുരളീധരൻ ഇന്ന് പറഞ്ഞത്. സ്വാതന്ത്ര്യ സമര സേനാനിയാണെങ്കിൽ അഡ്വക്കേറ്റ് ജനറലാകാനും ജഡ്ജിയാകാനും കഴിയില്ലല്ലോ എന്ന് K. മുരളീധരൻ പറഞ്ഞു. അധ്യക്ഷ സ്ഥാനം ഒഴിഞ്ഞ ശേഷം ബ്രിട്ടനുമായി അദ്ദേഹം കോംപ്രമൈസ് ചെയ്തു എന്ന സംശയമുണ്ട് എന്നും K. മുരളീധരൻ തുറന്നു തന്നെ പറഞ്ഞു. ഗാന്ധിജിയുടെ നയങ്ങളെ ചേറ്റൂർ ശങ്കരൻ നായർ പൂർണ്ണമായും തള്ളി എന്ന് K. മുരളീധരൻ പറഞ്ഞു. AICCയും KPCCയും അനുസ്മരിക്കാത്തതിന് കാരണം ഗാന്ധിയൻ മൂല്യങ്ങളോട് ചേറ്റൂരിനുണ്ടായിരുന്ന വിയോജിപ്പാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ചേറ്റൂരിനെ ബി.ജെ.പിക്ക് വിട്ടുകൊടുക്കാനാവില്ല. ചേറ്റൂർ വർഗീയവാദിയല്ല, മതേതരവാദിയാണ് എന്ന കാര്യവും പക്ഷേ അതോടൊപ്പം ചേർത്ത് അദ്ദേഹം പറഞ്ഞു. ആരാണ് ചേറ്റൂർ ശങ്കരൻ നായർ? നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് പരിശോധിച്ചതാണ്. 1857 പാലക്കാട് മങ്കരയിലെ ചേറ്റൂർ തറവാട്ടിൽ ആണ് ചേറ്റൂർ ശങ്കരൻ നായർ ജനിച്ചത്. കുടുംബാംഗങ്ങൾ ഏറെയും ബ്രിട്ടീഷ് ഭരണത്തിലെ പ്രഗത്ഭരായ ബ്യൂറോക്രാറ്റുകളായിരുന്നു. അക്കാലത്ത് തന്നെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ അഭിഭാഷകൻ, മദ്രാസ് പ്രവിശ്യ അഡ്വക്കേറ്റ് ജനറലായ ആദ്യ ഇന്ത്യക്കാരൻ എന്ന പദവി അദ്ദേഹത്തിന് സ്വന്തമാണ്. മദ്രാസ് ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായി നിയമനം കിട്ടുകയും ചെയ്തു. അദ്ദേഹത്തിന് INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷനായ ആദ്യ മലയാളിയാണ്. ആദ്യ മലയാളിയല്ല, ഏക മലയാളിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് പദവിയിലെത്തിയത്. തെരഞ്ഞെടുക്കപ്പെട്ടത് 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ്. അതിനിർണായകമായിട്ടുള്ള കാലമായിരുന്നു അത്, രാഷ്ട്രീയ കാലം. 1919 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ബ്രിട്ടീഷുകാരോടുള്ള വിശ്വാസം തകർത്തു. അദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു ബ്രിട്ടീഷുകാരിൽ. ബ്രിട്ടീഷുകാരുടെ ഭരണം ധാർമ്മിക അധപ്പതനമാണ് എന്ന ബോധ്യത്തിൽ അദ്ദേഹം എത്തി. അതിനുശേഷം പഞ്ചാബിൽ പട്ടാള ഭരണം തുടരാൻ വൈസ്രോയി അനുവദിച്ചതോടെ വിയോജിപ്പ് കടുക്കുകയും ചെയ്തു ബ്രിട്ടീഷ് ഭരണകൂടത്തോടുള്ളത്. 1919 ജൂലൈ 23 വൈസ്രോയിയുടെ കൗൺസിലിൽ നിന്ന് അദ്ദേഹം രാജിവെക്കുകയാണ് ഉണ്ടായത്. ഗാന്ധിയോട് ഭിന്നാഭിപ്രായം ഉള്ളവരെ അപഹരിക്കാൻ RSSൻ്റെ ശ്രമമുണ്ടെന്ന് TN പ്രതാപൻ ഇന്ന് പറഞ്ഞു. RSSൻ്റെ കുറ്റബോധത്തിന് കാരണം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാത്തതാണ് എന്നുകൂടെ TN പ്രതാപൻ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. മാപ്പെഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തു വന്നവരാണ് സംഘപരിവാറുകാർ എന്ന കോൺഗ്രസ് വിമർശം അദ്ദേഹം ആവർത്തിച്ചു. സ്വാതന്ത്ര്യ സമര സേനാനികളുടെ നിഴൽ പറ്റാൻ RSSന് അതിയായ ആഗ്രഹമുണ്ട് എന്ന് TN പ്രതാപൻ പറഞ്ഞു. ബി.ജെ.പിയുടെ ചേറ്റൂർ സ്മരണ എങ്ങനെയായിരുന്നു? സ്വാതന്ത്ര്യ സമര സേനാനികളെ പുതിയ തലമുറക്ക് പരിചയപ്പെടുത്തുമെന്ന് ബി.ജെ.പി അങ്ങനെയാണ് പറഞ്ഞത്. ചേറ്റൂരിനെ ദേശീയതലത്തിലും സംസ്ഥാനത്തും കോൺഗ്രസ് വിസ്മരിക്കുകയാണ് ചെയ്തത് എന്ന് ബി.ജെ.പി പറഞ്ഞു. കോൺഗ്രസ്സുകാർ ചേറ്റൂരിനെ അനാദരിക്കുന്നുവെന്ന് PK കൃഷ്ണദാസ് ഇന്ന് ആ പരിപാടിക്ക് ശേഷം പറഞ്ഞു. കോൺഗ്രസ്സുകാർ സ്മൃതി മണ്ഡപത്തിലെത്തിയത് പ്രധാനമന്ത്രി ചേറ്റൂരിനെ അനുസ്മരിച്ചപ്പോൾ മാത്രമാണ് എന്ന് PK കൃഷ്ണദാസ് പരിഹസിച്ചു. മോദി ചേറ്റൂരിനെ അറിഞ്ഞത് സിനിമയിലൂടെയാണെന്ന് VK ശ്രീകണ്ഠൻ MP ഇന്ന് പ്രധാനമന്ത്രിയെയും RSSനെയും പരിഹസിച്ചു. രാജ്യത്തിൻ്റെ ദേശീയത ഉയർത്തിപ്പിടിച്ച നേതാവാണ് ചേറ്റൂർ ശങ്കരൻ നായർ എന്ന് അഭിമാനത്തോടെ VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഇതാണ് ഇന്നുണ്ടായ സംഭവങ്ങൾ. പക്ഷേ നമ്മൾ കഴിഞ്ഞ ദിവസം വിശദമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്യുകയും പറയാനുള്ളതൊക്കെ പറയുകയും ചെയ്തതാണ്. പക്ഷേ ഇത് ഇന്നിപ്പോൾ നേരത്തെ നമ്മുടെ റാപ്പ് സ്റ്റോറിയിൽ കണ്ടതുപോലെ തമാശയുള്ള ചില കാര്യങ്ങൾ കൂടി അവിടെ ഉണ്ടായി. പക്ഷേ അതേസമയം K. മുരളീധരൻ്റെത് വ്യത്യസ്തമായി തോന്നുകയും ചെയ്തു. വിമർശനമൊക്കെ ഉണ്ട്, പക്ഷേ അദ്ദേഹം മത തീവ്രവാദിയൊന്നുമല്ല, RSSന് എടുക്കാൻ പറ്റില്ല എന്ന് അദ്ദേഹം പറഞ്ഞു.
അതെ, അത് അങ്ങനെ തന്നെയാണ്. അതിനകത്ത് ഒരു കാര്യം നമ്മൾ അന്ന് പറഞ്ഞു പോയതാണ്, ഇത്രയും വിശദമായ അല്ലെങ്കിൽ കൂടി ചില കാര്യങ്ങൾ ഒന്നുകൂടി ആവർത്തിക്കേണ്ടതുണ്ട് എന്ന് തോന്നുന്നു. അതായത് നമ്മളന്ന് പറഞ്ഞല്ലോ, കോൺഗ്രസ് വിശാലമായൊരു കടൽ പോലെയാണ്, എല്ലാ വിഭാഗക്കാരും അതിൽ ഉൾപ്പെട്ടിരുന്നു. കോൺഗ്രസിൻ്റെ ഒരു പൊതു നയം എന്നത്, ആത്യന്തികമായ ലക്ഷ്യം എന്നത് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യമാണെങ്കിലും എങ്ങനെ ആ സ്വാതന്ത്ര്യം വേണം എന്നത് സംബന്ധിച്ച് വിഭിന്നമായ അഭിപ്രായങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായരുടെ കാലം എടുത്താൽ സ്വാതന്ത്ര്യ സമരം അതിൻ്റെ ഏറ്റവും രൂക്ഷമായ തലത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പുള്ള കാലമാണ്. അപ്പോൾ 1930-കളിൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു. അതിനു മുമ്പാണ് അദ്ദേഹം, അതായത് ഈ 1919 മുമ്പ് അദ്ദേഹം അപ്പോഴുമല്ല, അദ്ദേഹം അതെ ഈ 1919 അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പുള്ള കാലത്ത് അദ്ദേഹം രാജിവെക്കാൻ പാകത്തിനുള്ള ഔദ്യോഗിക പദവിയിലിരിക്കുകയാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത്. അതുതന്നെയാണ് ഇന്നിപ്പോൾ കെ മുരളീധരൻ ഓർമ്മിപ്പിച്ചത്. അതിനൊരു കാരണവുമുണ്ട്. കാരണം അദ്ദേഹം വിചാരിച്ചിരുന്നത് ഒരു സാമന്തരാജ്യമായി ഇന്ത്യ നിലകൊള്ളുക എന്നതാണ്, അല്ലാതെ പൂർണ്ണ സ്വരാജ് എന്നുള്ള മുദ്രാവാക്യത്തിലേക്ക് ആ സമയത്ത് എത്തിച്ചേർന്നിട്ടില്ല. മാത്രമല്ല, പൂർണ്ണ സ്വരാജ് എന്ന് മഹാത്മാഗാന്ധി പറയുമ്പോൾ അതിനോട് വിയോജിക്കുക തന്നെയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ചെയ്തിട്ടുള്ളത്. കാരണം അദ്ദേഹം കരുതുന്നത് അങ്ങനെ പൂർണ്ണ സ്വരാജ് നേടിയാൽ ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ മറ്റൊരു തരത്തിൽ പരിതാപത്തിലാവും. മാത്രമല്ല, ഇവിടുത്തെ ഒരു വികസനം, ഇങ്ങനെ പല കാര്യങ്ങളും, പാശ്ചാത്യമായ മറ്റ് സംവിധാനങ്ങൾ, ഇതിനെയൊക്കെ പൂർണ്ണമായി തള്ളിക്കളയാൻ ഇനിയിപ്പോൾ വിദ്യാഭ്യാസം, ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട്, അതിനെ പൂർണ്ണമായി തള്ളിക്കളയാൻ രാജ്യത്തിന് കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത്. ആ കോമൺവെൽത്ത് രാജ്യങ്ങളിലൊന്നായി നിലനിന്നുകൊണ്ട് ഒരു സാമന്ത രാഷ്ട്രത്തിൻ്റെ സ്വഭാവത്തിൽ മുന്നോട്ട് പോവുക എന്നാണ് അദ്ദേഹം കണക്ക് കൂട്ടുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ അദ്ദേഹം സാവർക്കറെ പോലെ മാപ്പ് എഴുതി കൊടുക്കാനൊന്നും പോയിട്ടില്ല. അതെ, മാഫ് പറയില്ല എന്ന് പറഞ്ഞു. അവിടെ പോയിട്ട് കേസ് നടത്തുമ്പോൾ കേസിൽ പരാജയപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? $500 നഷ്ടപരിഹാരമായിട്ട്, ഇത് കേസ് കൊടുത്തതിന് നഷ്ടപരിഹാരമായി $500 അടയ്ക്കണമെന്ന് ചേറ്റൂർ ശങ്കരൻ നായരോട് പറയുന്നുണ്ട്. അല്ലെങ്കിൽ മാപ്പ് പറഞ്ഞാൽ ആ ഡോളർ അടയ്ക്കാതെ നിങ്ങൾക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അവിടെ മാപ്പ് എഴുതി കൊടുത്തിട്ട് തിരിച്ചു പോരുകയല്ല ചെയ്തത്, മാപ്പ് പറയാതെ കാശ് കൊടുത്തിട്ട് തിരിച്ചു പോരുകയാണ് ചേറ്റൂർ ശങ്കരൻ നായർ ചെയ്തത്. ആ നിലയ്ക്ക് അദ്ദേഹം ആദ്യന്തം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടുണ്ട്. അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായി അദ്ദേഹം ശക്തമായി പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി വരുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഗതി മാറുകയാണല്ലോ. മഹാത്മാഗാന്ധിയുടെ മുദ്രാവാക്യങ്ങൾക്ക് മറ്റൊരു സ്വഭാവം ഉണ്ടായിരുന്നു. നിയമലംഘന പ്രസ്ഥാനം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അദ്ദേഹം വരുന്നത്. അതുകൊണ്ട് ഇന്നിപ്പോൾ അക്ഷയ് കുമാറിൻ്റെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് പ്രധാനമന്ത്രി ചേറ്റൂരിനെ കുറിച്ച് ഓർത്തത് എന്നുള്ള പരിഹാസത്തിന് പോലും ഒരു തരത്തിൽ പ്രസക്തിയുണ്ട്. കാരണം ഇതിനു മുമ്പ് ചരിത്രത്തിൽ എവിടെയും അങ്ങനെ ചേറ്റൂർ ശങ്കരൻ നായരെ സംഘപരിവാർ ഓർത്തിട്ടില്ല. ഇപ്പോൾ ഓർക്കുന്നത് അവിടെ ചില സാധ്യതകൾ ആ സിനിമ കൂടി മുന്നോട്ട് വയ്ക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വേറൊന്നുമല്ല, അത് ചരിത്രത്തിലെ യാഥാർത്ഥ്യം കൂടിയാണ്. മഹാത്മാഗാന്ധിയെ നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. എന്തിനാണ് വിമർശിച്ചത്? മഹാത്മാഗാന്ധി വിമർശിക്കുന്നത് നിയമലംഘന പ്രസ്ഥാനം എന്നുള്ളതൊരു പ്രശ്നമാണ്. കാരണം നിയമം പാലിച്ചുകൊണ്ട് സമരം ചെയ്യാവൂ എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ്. അതുപോലെ എന്തെല്ലാം കാഴ്ചപ്പാടുള്ളവർ കോൺഗ്രസ്സിലുണ്ടായിരുന്നു. ഇപ്പോൾ ലെഫ്റ്റിസ്റ്റുകളുണ്ടല്ലോ, കടുത്ത സോഷ്യലിസ്റ്റുകൾ അല്ലെങ്കിൽ കടുത്ത മാർക്സിസ്റ്റുകൾ തന്നെ, ഇപ്പോൾ ഭഗത് സിംഗിനെ പോലെയോ ഉദ്ധം സിംഗിനെ പോലെയോ ഒക്കെയുള്ള, ചന്ദ്രശേഖർ ആസാദിനെ പോലെയുള്ളവരും ഈ സിസ്റ്റത്തിനകത്ത് തന്നെയാണല്ലോ പ്രവർത്തിച്ചത്. അതേസമയം അപ്പുറത്ത് ബാക്കി സംഘപരിവാർ ആശയക്കാരായിട്ടുള്ള ധാരാളം പേരും, സംഘപരിവാർ എന്നല്ല ഹിന്ദുത്വ ആശയക്കാരായ ധാരാളം പേര് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം ഇതെല്ലാം പ്രവർത്തിച്ചു പോകുമ്പോൾ പല ആശയങ്ങൾ വന്നു. അവരിൽ ഏറ്റവും ദൃഢമായി അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അദ്ദേഹം ഈ ഒരു സാമന്ത രാഷ്ട്രം എന്നുള്ള നിലയ്ക്ക് കണക്കാക്കിയാൽ മതി എന്ന് അദ്ദേഹത്തിന് ബോധ്യമുള്ളതുകൊണ്ട് അദ്ദേഹം സർക്കാരിൻ്റെ സ്ഥാനങ്ങളിൽ ഇരിക്കുകയും അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും അദ്ദേഹത്തിൻ്റെ ശേഷി കൊണ്ടും കഴിവുകൊണ്ടും ഒക്കെയാണ് അദ്ദേഹം ആ സ്ഥാനങ്ങളിൽ എത്തിപ്പെടുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് മാത്രമല്ല, കോൺഗ്രസ്സിൽ അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യങ്ങൾക്ക് പ്രസക്തി ഇല്ലയെന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയുന്നുണ്ട്. അദ്ദേഹം ആ സമയത്താണ് അവിടുന്ന് പിൻവാങ്ങുന്നത്. അപ്പോൾ അങ്ങനെ പിൻവാങ്ങി നിൽക്കുമ്പോഴും ഇവരുടെ ധാർമ്മികതയിൽ നിന്ന് ബ്രിട്ടീഷുകാർ പിന്നോട്ട് പോയി എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിലൂടെ അദ്ദേഹം വിലയിരുത്തുന്നത്. അപ്പോൾ അതിനെ വിമർശിച്ചാണ് അദ്ദേഹം പുറത്തിറങ്ങുന്നത്. ആ ഒരൊറ്റ പോയിന്റിൽ മാത്രം നിന്നുകൊണ്ട് അതിനെയെല്ലാം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കാം എന്ന് അത്ര എളുപ്പത്തിൽ വിചാരിക്കുകയും വേണം. ബ്രിട്ടീഷ് സർക്കാരിലെ സെക്രട്ടറി ആയിരുന്ന എഡ്വിൻ മൊണ്ടേഗ് ഒരിക്കൽ അദ്ദേഹത്തെ ഇങ്ങനെ വിശേഷിപ്പിച്ചായിട്ട് ഒരു ലേഖനത്തിൽ കണ്ടു. അതായത്, നായർ ഈസ് എൻ ഇമ്പോസിബിൾ പേഴ്സൺ who shouts at the top of his voice and refuses to listen to anything one argues and is absolutely uncompromising എന്നാണ് ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പേര് എഡ്വിൻ മൊണ്ടേഗ് എന്നയാൾ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇയാൾ ഭയങ്കര
സ്ട്രോങ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ്. വളരെ സ്ട്രോങ് ആയിട്ട് ഈ ബ്രിട്ടീഷ് സർക്കാരിലെ ഉദ്യോഗസ്ഥർക്കൊക്കെ വലിയ ബഹുമാനം ഉണ്ടായിരുന്നു. ആളൊരു പുലിയായിരുന്നു എന്ന് വേണമല്ലോ നമ്മൾ മനസ്സിലാക്കാം. ഈ മൈക്കൽ ഡെയർ തന്നെയും ഈ പറയുന്ന കേസ് നടത്തിയിട്ട് അയാൾക്കെതിരായിട്ട് എന്ന് വെച്ചാൽ ചേറ്റൂരിനെതിരായിട്ട് വിധിച്ചതിന് ശേഷവും അല്ല കുഴപ്പമില്ല എന്നോടൊന്ന് മാപ്പ് പറഞ്ഞാൽ മതി, പൈസ ഒന്നും നടക്കണ്ട എന്ന് പറയണമെങ്കിൽ ഈ മൈക്കൽ ഡെയറിന് പോലും അദ്ദേഹത്തോട് ബഹുമാനം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ആ ലെവലിലുള്ളൊരു വൻ കക്ഷിയായിരുന്നു ഇദ്ദേഹം എന്ന് ഓർക്കണം. പിന്നെ ഒരു കാര്യമുള്ളത് 1936 അദ്ദേഹം മരിക്കുന്നത്. മരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന് 76 വയസ്സുണ്ട്. 36 മരിക്കുമ്പോൾ 25 തന്നെ RSS രൂപീകരിച്ചിട്ടുണ്ട്. ഹിന്ദുത്വ ധാര അപ്പോഴും ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനകത്തുണ്ട്. വളരെ ശക്തമായ തന്നെ ഒരു ഹിന്ദുത്വ മതധാര അവിടെയുണ്ട്. ഡോക്ടർ ജി ഹെഡ്ഗേവാറുമൊക്കെ 1925 തന്നെ RSS ഉണ്ടായിട്ടുണ്ട്. 25 തൊട്ട് 36 അദ്ദേഹം മരിക്കുന്നവരെ 15-16 കൊല്ലക്കാലം അത്രയും വർഷം 10 കൊല്ലക്കാലം അവിടെയുണ്ട്. ഈ കാലത്തൊന്നും ചേറ്റൂർ ശങ്കരൻ നായർ ഹിന്ദുത്വ രാഷ്ട്രീയ ധാരയോട് ഒരു ആഭിമുഖ്യവും പുലർത്തിയതായിട്ട് ഒരു ചരിത്രരേഖയുമില്ല. ഈ RSSകാർക്കും BJPക്കാർക്കും ഒന്നും അങ്ങനെ പറയാനേ ഇല്ല. അപ്പോൾ അവിടെ ഈ ജാലിയൻ വാലാബാഗ് സംഭവത്തോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന അക്കാലത്തെ ഹിന്ദുത്വ നേതാക്കൾക്ക് പോലും ഇദ്ദേഹത്തോട് ഒരു സൗഹൃദവുമില്ല. അദ്ദേഹം ആകെപ്പാടെ സൗഹൃദം കാണിച്ചിരുന്നത് ഈ കോൺഗ്രസിനോടാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ അധ്യക്ഷനായിരുന്ന ആളുകളാണ് ഇവരെ ഏറ്റെടുക്കാൻ വേണ്ടി പോകുന്നതെന്ന് ആലോചിക്കണം. ഒരു തരത്തിലും ഹിന്ദുത്വ ധാരയോട് രാഷ്ട്രീയ ധാരയോട് ഒരു കാലത്തും യോജിച്ചിട്ടില്ലാത്ത, എന്നാൽ ഞാൻ ഉദ്യോഗസ്ഥനായിട്ടൊക്കെ ഇരിക്കുന്നു, എൻ്റെ അച്ഛനും എൻ്റെ പിതാമഹന്മാരും എല്ലാം ഈ ബ്യൂറോക്രസിയിലെ ആളുകളായിരുന്നു. അതുകൊണ്ട് ആ തരത്തിൽ ഒരു ബ്യൂറോക്രാറ്റ് കൂടെ ആയിരുന്ന അദ്ദേഹത്തിന് ഈ ബ്രിട്ടീഷ് ധാരയോടൊരു ഐക്യം ഉണ്ടായിരുന്നുകൊണ്ട് താരതമ്യേന ചെറുപ്പക്കാരനായിട്ടുള്ള ഗാന്ധിജി ആഫ്രിക്കയിൽ നിന്ന് വന്നിട്ട് ഇങ്ങനെ ഇതാ ഒരു പുതിയ ബഹളമൊക്കെ ഉണ്ടാക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മുതിർന്ന ഒരാൾ 76 വയസ്സിലാണ് മരിക്കുന്നത്. 76 വയസ്സുണ്ട് അദ്ദേഹത്തിന്. അപ്പോൾ അദ്ദേഹം അതിനോട് ഒരു മുതിർന്ന ആൾക്കുണ്ടാകേണ്ടുന്ന ഒരു അസഹിഷ്ണുത. ഇത് ഇങ്ങനെയല്ല വേണ്ടത്, നിയമം ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകാൻ പറ്റില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പക്ഷേ അദ്ദേഹം എങ്ങനെയാണ് BJPയുടെ ആളാവുക, RSSന് അദ്ദേഹത്തിന് ഏറ്റെടുക്കാൻ പറ്റുക? ആ ഹിന്ദുത്വ ധാരയോട് ഒരു താല്പര്യവും കാണിക്കാത്ത ഒരാൾ എങ്ങനെയാണ് അദ്ദേഹം മതവർഗീയവാദി അല്ലാത്ത, കെ മുരളീധരൻ ചൂണ്ടിക്കാണിച്ച് പോലുള്ള മതവർഗീയവാദി അല്ലാത്ത ഒരാൾ എങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുക? അപ്പോൾ ഇത് പരിഹാസ്യമായിട്ടുള്ളൊരു നിലയാണ്. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, അതായത് ഇവർക്ക് ഒരുപാട് ആളുകളുള്ളതുകൊണ്ട് കോൺഗ്രസ്സിന് ഒരുപാട് ദിവസം 2 പേരോ 3 പേരോ വെച്ചിട്ട് അനുസരണം നടത്തേണ്ടി വരുന്നത്രക്ക് നേതാക്കന്മാർ ചരിത്രത്തിലുണ്ട്. രണ്ടാമതൊരു കാര്യം, അവരാണെങ്കിൽ വളരെ ഉഴപ്പായിട്ടുള്ള ആളുകളുമാണ്. അതായത് ഇക്കാര്യത്തിൽ വളരെ ഉഴപ്പുള്ള ആൾ എഹ്സാൻ ജാഫ്രി സമീപകാലത്ത് ഒരു രക്തസാക്ഷിയല്ലേ, പക്ഷേ അവർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാൻ പോലും അവർ മറന്നുപോകും. അപ്പോൾ അങ്ങനെയുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അപ്പോൾ അവർ ഇക്കാലം അത്രയും ചേറ്റൂർ ശങ്കരൻ നായരെ വേണ്ട വിധത്തിൽ ആദരിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനാവുന്നതേ ഉള്ളൂ. പക്ഷേ അവർ വേണ്ട വിധത്തിൽ ആദരിക്കാത്തത് കൊണ്ട് ഞങ്ങളും എടുത്തേക്കാം ഇത് RSS വിചാരിക്കുന്നത് ശരിയല്ല. അത് പൊതുവിൽ ഒരു തമാശ നിറഞ്ഞ കാര്യമായിട്ടാണ് തോന്നിയത്. പക്ഷേ അതിനകത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾക്ക് പോലും അക്ഷയ് കുമാറിൻ്റെ സിനിമയും നമ്മൾ കണ്ടിട്ടില്ല, കാണാനും പോകുന്നില്ല. പക്ഷേ ഈ രാഷ്ട്രീയ സന്ദർഭം കൊണ്ട് ചേറ്റൂർ ശങ്കരൻ നായർ, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഇംഗ്ലീഷുകാർ പോലും ബഹുമാനിച്ചിരുന്ന അതിബൃഹത്തായ രാഷ്ട്രീയ ജീവിതം ഉണ്ടായിരുന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പൊതുവിൽ കേരളത്തിലെ ആളുകൾക്ക് പറ്റി. എന്താണ് എൻ്റെ കാര്യം? അക്ഷയ് കുമാറിൻ്റെ കേസരി ചാപ്റ്റർ 2 എന്ന സിനിമ വന്നതിന് പിറകെയാണ് ഇങ്ങിവിടെ കേരളത്തിൽ ഏറ്റെടുക്കാൻ പറ്റിയൊരു പേര് BJP ദേശീയ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽ പതിഞ്ഞത്. ഒരു വേള തിരിച്ചുമാവാം, BJPയുടെ ലക്ഷ്യത്തിന് വഴിവെട്ടാനാകാം സിനിമ. അങ്ങനെയും ഇക്കാലത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ. മുൻ ദേശീയ അധ്യക്ഷനെ BJP റാഞ്ചുമെന്നായപ്പോൾ കോൺഗ്രസിനും ചേറ്റൂരിനോട് പതിവില്ലാത്ത പരിഗണനയും സ്നേഹവും വരാതെ തരമില്ലെന്നായി. ഇന്നേതായാലും പാലക്കാട് മങ്കരയിലുള്ള സ്മൃതി കുടീരത്തിൽ കോൺഗ്രസും BJPയും എത്തി മാറി മാറി ചേറ്റൂരിനെ മത്സരിച്ചനുസരിച്ചത് ചില സിനിമാ തമാശ രംഗങ്ങളെയും ഓർമ്മിപ്പിച്ചു. കോൺഗ്രസിന് യോജിക്കാനാകാത്ത ചില നിലപാടുകൾ ചേറ്റൂരിനുണ്ടായിരുന്നുവെന്ന് കെ മുരളീധരൻ പറഞ്ഞു വെച്ചതും ശ്രദ്ധേയമായി. പറഞ്ഞത് ശരി തന്നെയാണ്. അങ്ങനെ വിഭിന്നാഭിപ്രായങ്ങൾ ഉൾക്കൊള്ളാൻ തക്ക വിശാലമായൊരു സംവിധാനമായിരുന്നു ദേശീയ പ്രസ്ഥാന കാലത്തെ കോൺഗ്രസ്. RDXന് ഒന്നേ പറയാനുള്ളൂ, വരാനിരിക്കുന്ന ചരിത്രമേ മനുഷ്യർക്ക് നിർമ്മിക്കാനാകൂ. അതെങ്ങനെ വേണമെന്നത് നമ്മുടെ തീരുമാനങ്ങളാണ്. പോയ കാലം അതിൻ്റെ സാക്ഷ്യങ്ങളേറെ ശേഷിപ്പിച്ചിട്ടാണ് കടന്നുപോയത്. അതിനെ അങ്ങനെ കൃത്രിമമായി നിർമ്മിച്ചെടുക്കാനാകില്ല എന്നെല്ലാവരും ഓർക്കണം. RDX ഇന്നിവിടെ തീരുന്നു. ഗുഡ് നൈറ്റ്.